सपने जाया अपने जाया मेरी हर खुशी है. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളൊരു ലോങ് വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. ഈ ലോങ് വീഡിയോ ഒക്കെ വീക്ക്ലി വൺസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കലുണ്ട്, പക്ഷേ മടി കാരണം അതങ്ങോട്ട് ചെയ്യാൻ വിട്ടുപോകും. അപ്പോൾ ഇന്ന് ഒരു വെഡ്ഡിങ് വ്ളോഗാണ്. പിന്നെ അന്ന് നേരത്തെ നീച്ച് ഫസ്റ്റ് തന്നെ മുറ്റമൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ പ്ലാന്റ്സൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മോനും യാച്ചും പൊരിഞ്ഞ കളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടാളും പാടെ നല്ല വർത്താനം പറച്ചിലും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കി യാച്ചുവിനോട് വീഡിയോയിൽ പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിൽക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മിന്നിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് അതിമക്ക് തിന്നിട്ടില്ല. വീണ്ടും വരെ കളി ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റൂമിലേക്ക് വന്നു. കാരണം നമുക്ക് ഔട്ട്ഫിറ്റ് ഡിസൈഡ് ആക്കണമല്ലോ. അങ്ങനെ റൂമിലേക്ക് വന്നപ്പോഴാണ് നമ്മളെ ലിറ്റിൽ ഡിനോസറിനെ കണ്ടത് കേട്ടോ. അങ്ങനെ അതൊക്കെ സൈഡിലേക്ക് വെച്ചിട്ട് പിന്നെ എൻ്റെ പണി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. കാരണം എനിക്ക് ഒന്നും കിട്ടണമില്ല എന്തിടണം എന്നുള്ളത്. അങ്ങനെ ഉള്ളതൊക്കെ ഞാൻ വലിച്ചുകാരി പുറത്തേക്ക് ഇട്ടിട്ടും അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് യാച്ചുവിന് ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിൻ്റെ ഡാൻസ് കളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. ഇതിങ്ങനെ കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ എന്തിടും എന്നുള്ളങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സാധാരണ പോണ പോലെ പോകാതെ കുറച്ച് ഡിഫറെൻ്റായി പോയാലോ എന്ന്. കാരണം ഞാൻ ഡേയ്സ് ഒന്നിട്ട് അങ്ങനെ ഇതുവരെ ഒരു വെഡ്ഡിങ്ങിനും പോയിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലുള്ളതൊക്കെ ഞാനൊന്ന് പുറത്തേക്കിട്ട് വെച്ച് നോക്കിയപ്പോൾ ഏകദേശം കുഴപ്പമില്ലാണ്ട് ഒരു ഔട്ട്ഫിറ്റ് മാച്ചായി വന്നു. എന്നാലും ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം രസം ഉണ്ടാവുമല്ലേ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഗിവ് എ ട്രൈ എന്ന്. അങ്ങനെ ഞാൻ ഔട്ട്ഫിറ്റ് ഫൈനലി ഡിസൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റാണ് ഔട്ട്ഫിറ്റ് ഡിസൈഡ് ആക്കി. അതുകൊണ്ട് തന്നെ വേഗം പോയി അയൺ ചെയ്ത് മാറ്റി ഒരുങ്ങി. പക്ഷേ മാറ്റി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല. അതിൻ്റെ അനിയത്തി റെഡി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ലുക്ക്. എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ആക്കുക. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ പോയി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് പിന്നെ അവിടെ ഇരുന്നു. ബ്രൈഡിനെ കാണാനും മാഷാഅല്ലാഹ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ എസ്പെഷ്യലി ഇഷ്ടപ്പെട്ടത് ഈ സ്റ്റേജിൻ്റെ ഡെക്കോറാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. മാഷാഅല്ലാഹ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഓരോ റിലേറ്റീവ്സിനൊക്കെ കണ്ടപ്പോൾ ഒലിവിൽ അങ്ങനെ സംസാരിച്ചൊക്കെയായിരുന്നു. അങ്ങനെ എല്ലാവരോടും സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോട്ടൺ ക്യാൻഡി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പഞ്ഞിമിഠായി വലിയ ഇഷ്ടമുള്ള സംഭവമല്ല. എന്നാലും ഇതിങ്ങനെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ കഴിക്കാൻ തന്നെ ഒരു ക്യൂരിയോസിറ്റി അല്ലേ. ആ ഒരു ഇതിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീമിൻ്റെ അന്നത്തെ ഫേവറേറ്റ് ആയതുകൊണ്ട് അതിനൊരു മുടക്കം വരുത്തിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ സംഭവം നമുക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും അതിങ്ങനെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലേ. കഴിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ കോട്ടൺ ക്യാൻഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ ബ്രൈഡിൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. ഹെർ ഔട്ട്ഫിറ്റ് ആൻഡ് എവറിത്തിങ് വാസ് സോ ഗുഡ്. അപ്പം ഇനി ഞാൻ കൂടുതൽ വോയിസ് ഓവർ ചെയ്ത് ലാഗ് അടിപ്പിക്കുന്നില്ല. നിങ്ങൾ തന്നെ പോയി കണ്ടുവരും. सपने जाया अपने जाया मेरी हर खुशी है. मेरी हर खुशी है. जाया सपने जाया अपने जाया मेरी चाहते हैं. जाया सपने जाया अपने जाया मेरी हर खुशी है. പിന്നെ ഓൾറെഡി പറഞ്ഞില്ലേ ഇവർ ഈ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെർ ഔട്ട്ഫിറ്റ് ആൻഡ് എവറിത്തിങ് വാസ് സോ ഗുഡ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ട്രോളിങ്ങും കൂടെ വന്നപ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് പെർഫെക്റ്റ്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പോസ്റ്റ് എടുക്കാൻ തുടങ്ങി. എവിടെ പോയാലും എൻ്റെ അവസ്ഥ തന്നെയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മളെ ആ ഒരു ലെവലിൽ കമ്പനി എടുക്കാൻ പറ്റിയ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് പോസ്റ്റ് എടുക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫയർ വർക്ക്സിൻ്റെ ഒപ്പം തന്നെ ട്രോളിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാനും മാഷാഅല്ലാഹ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റേജ് എടുത്ത് പറയണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മെല്ലെ നീക്കാൻ തുടങ്ങി. കാരണം എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ചെറിയ വെഡ്ഡിങ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ബൈ, അസ്സലാമു അലൈക്കും.